പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് സഹായം തേടാം. പരിശുദ്ധാത്മാവേ വരണമേ. ഇവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള 8ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം ലുത്തിനിയായിൽ നമ്മൾ കാണുന്ന 10ാമത്തെ വിശേഷണമാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. 10ാമത്തെ വിശേഷണം ഇപ്രകാരമാണ്: സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മാതാവിനെ സ്നേഹഗുണങ്ങളുടെ മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരാം. പരിശുദ്ധ ബൈബിളിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 13ാമത്തെ അധ്യായത്തിൽ അവിടെ സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായമുണ്ട്. ഞാൻ പലപ്പോഴും ഈ അധ്യായം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളൊരു ചിന്തയാണ്, പൗലോസ്ലീഹ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുതിയ ഒരു അധ്യായമാണോ ഈ 13ാമത്തെ അധ്യായമെന്ന്. കാരണം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ 14 വിശേഷണത്തെക്കുറിച്ചുണ്ട്. ഈ 14 വിശേഷണവും പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിൽ 1ാമത്തെ കാര്യം ഇപ്രകാരമാണ് പറയുന്നത്: സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കിക്കേ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ് ദീർഘക്ഷമയുള്ള അമ്മ, 2 ദയയുള്ള അമ്മ. 2ാമതായിട്ട് സ്നേഹത്തിന്റെ പ്രത്യേകത പറയുന്നു: സ്നേഹം ഒരിക്കലും അസൂയപ്പെടുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അമ്മ മാതാവിന്റെ ജീവിതത്തിൽ ഒരിക്കലും അസൂയയുടെ നിഴൽ കടന്നു വന്നിട്ടില്ല. 3ാമതായിട്ട് കാണുന്നു, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ജീവൻ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആത്മപ്രശംസയ്ക്ക് തുനിയാത്ത ഒരു വ്യക്തിയാ പരിശുദ്ധ അമ്മ. ഒത്തിരിയേറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു സ്വയം പറയുവാനായിട്ട്, പ്രശംസ കിട്ടുവാനായിട്ട്, പ്രശംസിക്കുവാനായിട്ട് ദൈവം ഒത്തിരി അവസരങ്ങൾ കൊടുത്തെങ്കിലും ഒരിടത്തു നിന്ന് പോലും ആത്മപ്രശംസ നേടിയെടുക്കുവാനായിട്ട് പ്രയത്നിക്കാത്ത, പരിശ്രമിക്കാത്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ. 4ാമതായിട്ട് പറയുന്നു, സ്നേഹം അഹങ്കരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു അഹങ്കാരത്തിൻ്റെ നിഴലടിക്കാത്ത വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. കാരണം ദൈവം ഇപ്രകാരം വെളിപ്പെടുത്തി കൊടുത്തായിരുന്നു, തന്നെ സകല മനുഷ്യരുടെയും മേൽ ഉയർത്തുന്ന ഒരു സദ്വാർത്ത. ഈ സ്വത്വാർത്ത കിട്ടിയപ്പോഴും എന്താ ചെയ്ത മറിയം? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിനീതപ്പെടുത്തിക്കൊണ്ട്, വിനീതനായിട്ട് തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ 5ാമത്തെ പ്രത്യേകതയാണ് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ജീവൻ നോക്കിക്കേ, ഒരിടത്തും അനുചിതമായിട്ടല്ല പരിശുദ്ധ അമ്മ പെരുമാറിയേക്കണേ. കാനായിലെ കല്യാണ വിരുന്നിൽ തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഉചിതമായിട്ട് മാത്രം പെരുമാറിയിട്ടുള്ള വ്യക്തിയാ പരിശുദ്ധ അമ്മ. 6ാമതായിട്ട് പറയുന്നു, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഒരിടത്തും സ്വാർത്ഥമതിയായിരുന്നില്ല പരിശുദ്ധ അമ്മ. എന്ന് വെച്ചാൽ തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടത്തെ, ആഗ്രഹത്തെ ത്യജിച്ച് ജീവിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ. സ്നേഹത്തിൻ്റെ 7ാമത്തെ പ്രത്യേകതയാണ് സ്നേഹം കോപിക്കുന്നില്ല എന്ന്, വിദ്വേഷം പുലർത്തുന്നില്ല എന്നുള്ള കാര്യം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗുണം കോപിക്കാത്ത, വിദ്വേഷമില്ലാത്ത ഒരു സ്ത്രീയാണ്. നമുക്കറിയാം, ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസിനെയും, ഈശോയെ തള്ളിക്കളഞ്ഞ പത്രോസിനെയും, മരണം വരെ തൻ്റെ കൂടെ ജീവിച്ച യോഹന്നാനെയും ഒരേ കണ്ണിലൂടെ കണ്ട വ്യക്തിയാ പരിശുദ്ധ അമ്മ. മരിയ വാഴ്ത്താത്തോയുടെ സ്നേഹഗീതയെ ആ പുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിനകത്ത് കാണാനായിട്ട് പറ്റും, ആ പത്രോസിനെ സ്നേഹിക്കുന്ന, യൂദാസിനെ സ്നേഹിക്കുന്ന, യോഹന്നാനെ സ്നേഹിക്കുന്ന, അത് നമ്മുടെ കരളലിയിപ്പിക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കോപിക്കാത്ത, വിദ്വേഷം പുലർത്താത്ത വ്യക്തിയ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ. 8ാമത്തെ പ്രത്യേകതയാണ് സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല.
എന്ന് വെച്ചാൽ സകല നീതിയുടെയും പൂർത്തീകരണമായ യേശു, ആ യേശുവിൻ്റെ അമ്മയായിട്ട് ജീവിക്കുക, ഇതിൽ ആഹ്ലാദം കണ്ടെത്തിയിരുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവ്. അടുത്ത് പറയുന്നു, 9ാമത്തെ കാര്യം പറയുന്നു, സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. മറിയത്തിന് ഏറ്റവും വലിയ ആഹ്ലാദം എന്നാണെന്നറിയാമോ? ഈശോയുടെ കൂടെ ആയിരിക്കുക. കാരണം ഈശോ സത്യമാണ്, ആ കൂടെ ആയിരിക്കുക. ഇതാണ് പരിശുദ്ധി അമ്മയുടെ ഏറ്റവും വലിയ ആഹ്ലാദം. 10ാമത് പറയുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു. പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ഉണ്ണീശോയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ശമയോന്റെ മുമ്പിൽ ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെന്നപ്പോൾ ശമയോൻ പ്രവചിച്ചു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. അന്ന് തുടങ്ങി ഈശോയുടെ ഉയർപ്പ് വരെ ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. സകലതും സഹിക്കുന്നവളായിരുന്നു അവൾ. 11ാമത്തെ കാര്യം, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ കാണാൻ പറ്റും, സകല പ്രവചനങ്ങളും വിശ്വസിച്ചവളാണ്. കർത്താവ് അരുളി ചെയ്യുവാൻ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് വെച്ചാൽ എലിസബത്തിന്റെ വാക്കുകൾ മറിയത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മ വിശ്വാസത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ്. 12ാമത് പറയുന്നു, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. പ്രത്യാശയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് പരിശുദ്ധി അമ്മ. എൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാമോ? ഈശോ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പോലും ആ കല്ലറ സന്ദർശിക്കാനായിട്ട് പരിശുദ്ധി അമ്മ പോയിട്ടില്ല. കാരണം പരിശുദ്ധി അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ഈശോ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹം സകലവും പ്രത്യാശിക്കുന്നു എന്ന് പറയാൻ കാരണം. പ്രിയപ്പെട്ടവരെ, 13ാമത് പറയുന്നു, സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. നമുക്കറിയാം പരിശുദ്ധി അമ്മ മാതാവ് സഭയുടെയും മാതാവാണ്, ഓരോ ദൈവമക്കളെയും മാതാവാണ്. ഏതൊക്കെ ദൈവമക്കൾ യേശുക്രിസ്തുവിനെ ജ്യേഷ്ഠന സഹോദരനായിട്ട് സ്വീകരിക്കുന്നു, അവരുടെ എല്ലാം മാതാവാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് ആ കാണുന്ന മാതാവ് പരിശുദ്ധി അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം. മരണം എന്ന് പറയുന്ന ശത്രുവിനെ പോലും പരാജയപ്പെടുത്തിയ മാതാവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. 14ാമത് പറയുന്നു, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ തലമുറയിലുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. എന്ന് വെച്ചാൽ യുഗാന്ത്യം വരെയും പരിശുദ്ധി അമ്മ ദൈവമക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 14 സ്നേഹത്തിൻ്റെ വിശേഷണങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധി അമ്മയിൽ. അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ എന്തെന്ന് വിളിക്കുന്നത്? സ്നേഹ ഗുണങ്ങളുടെ മാതാവേ എന്ന് വിളിക്കാൻ കാരണം. ഇന്നത്തെ ദിവസം നമുക്ക് ഈ സ്നേഹഗുണമുള്ള അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം. അമ്മയിലുള്ള ഈ സ്നേഹത്തിൻ്റെ എല്ലാ വിശേഷണവും നമ്മുടെ ജീവിതത്തിൽ കിട്ടാനായിട്ട് നമുക്ക് ദാഹിക്കാം, അമ്മയോട് പ്രാർത്ഥിക്കാം. ഇന്നെപ്പോഴും ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നമ്മൾ ദൈവം പരിശുദ്ധി അമ്മയിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.